ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 ശമൂവേൽ 15-ാം അധ്യായത്തിൻ്റെ 22 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ശമൂവേൽ പറഞ്ഞത്, യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹന്യയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ തേജസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാരദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയാകുന്നു. നീ യഹോവയുടെ വചനത്തെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെയും രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. നോക്കിക്ക് അവിടെ പറയുന്നത്, അനുസരിക്കാതെ ഹോമയാഗം കഴിച്ചതുകൊണ്ടോ ഹനനയാഗം കഴിച്ചതുകൊണ്ടോ ദൈവപ്രസാദം പ്രാപിക്കുവാൻ കഴിയുകയില്ല എന്നവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പം ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കാതെ, ദൈവവചനത്തെ അനുസരിക്കാതെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയിരുന്ന് പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ അനുസരിക്കുന്നത് യാഗത്തേക്കാൾ നല്ലതാണെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ശ്രദ്ധിക്കുന്നത്, എന്ത് ശ്രദ്ധിക്കണം? ദൈവവചനം ശ്രദ്ധിക്കണം. ഞാൻ ആ വചനപ്രകാരം ജീവിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ ജീവിതത്തെ ശ്രദ്ധിക്കണം. അപ്പം വചനത്തെ ശ്രദ്ധിക്കണം, നമ്മുടെ ജീവിതത്തെ ശ്രദ്ധിക്കണം. ഈ വചനം, കേട്ട വചനം അല്ലെങ്കിൽ വായിച്ച വചനപ്രകാരമാണോ ഞാൻ ജീവിക്കുന്നത് എന്നുള്ളൊരു ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണം. അവിടെ പറയുന്നു, മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത് ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മത്സരം അഥവാ മത്സരമാണ് നമ്മുടെ മനസ്സിലുള്ളത് എങ്കിൽ മത്സരം ആഭിചാരദോഷം പോലെയും ശാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയാണ്. ഒരു ശാഠ്യത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി വിഗ്രഹാരാധിയെ പോലെയാണ് ദൈവത്തിൻ്റെ മുമ്പിൽ. പിന്നെ പറയുന്നത് വെറുതെ പൂജ നടത്തുന്ന ഒരു വ്യക്തിയെ പോലെയാണെന്ന് ദൈവവചനം പറയുന്നു. ആഭിചാരദോഷം പോലെയാണെന്ന് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചെല്ലാത്തത് എന്തുകൊണ്ടാണ്? ഞാൻ വിഗ്രഹാരാധിയായിട്ടാണ് ദൈവം നമ്മെ കാണുന്നത്. കാരണം എന്നിൽ ശാഠ്യമുണ്ട്, എന്നിൽ മത്സരമുണ്ട്, ഞാൻ യഹോവയുടെ കൽപ്പനകളെ വേണ്ടും വണ്ണം അനുസരിക്കുന്നില്ല.